ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിതാ ചക്ക ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. അപ്പോൾ ഇതാ അത്യാവശ്യം പഴുപ്പുള്ള നല്ല മധുരമുള്ള ചക്ക ഞാനിതാ ഒരു 10-15 ചുള കുരു ഒഴിവാക്കിയിട്ട് ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊട്ടും വെള്ളമില്ലാതെ നമുക്ക് നല്ലോണം ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതാ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഇതാ ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഈവനിങ്ങിന് പെട്ടെന്ന് സ്കൂൾ വിട്ട് വരുമ്പോൾ ചക്കൻ്റെ സീസണിൻ്റെ ഒക്കെ സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഇതാട്ട്. ഇനിയിപ്പോൾ ആ നെയ്യ് ഉരുകിയതിന് ശേഷം ഞാൻ ഈ ചക്കതാ നമ്മൾ അരച്ച് വെച്ച ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം നമുക്ക് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്ന വരുമ്പോൾ ചക്കൻ്റെ ആ പച്ചച്ചുവ മാറുന്ന നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് ആഡ് ചെയ്യുന്ന എന്തൊക്കെ നോക്കാം നമുക്ക്. അപ്പം മധുരം ബാലൻസിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തു. ഇനി പഞ്ചസാര ഇതാ ഈ ഒരു കപ്പിന് ഒരു കപ്പ് പഞ്ചസാര ഞാൻ ഇതാ കുറേശ്ശെ പൊടിച്ച പഞ്ചസാര ഒന്നുമില്ല കേട്ടോ, സാധാ പഞ്ചസാര തന്നെ കുറേശ്ശെ ഇട്ടെടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് അതിലേക്കൊന്ന് യോജിക്കട്ടെ, അതിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ പഞ്ചസാര നല്ലോണം അലിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഇതാ കാണുമ്പോൾ തന്നെ അറിയും നല്ലോണം അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പിന് 3/4 കപ്പ് തേങ്ങ ഞാനിതാ ചെരുവതുണ്ട്, അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക്, അപ്പോൾ ഇതിൽ വെള്ളമൊന്നും നിങ്ങൾ ഒഴിക്കരുത്, വീണ്ടും ഇളക്കി കൊടുക്കുക. നല്ലോണം തേങ്ങയൊക്കെ അതിന് മിക്സ് ആകുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി വേണ്ടത് ഇതാ അരിപ്പൊടിയാണ് കേട്ടോ. ഈ ഒരു കപ്പിന് 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് കുറേശ്ശെ ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. നല്ലോണം നമുക്ക് അരിപ്പൊടി അതിലേക്ക് ചക്കൻ്റെ ഇതിലേക്ക് നല്ലോണം മിക്സ് ആകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നല്ലോണം ഇളക്കിയുണ്ടോ, എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇത് നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് ഒന്ന് ചൂടാറട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ചൂടാറിന് ശേഷം ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടോ, ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോളാക്കിയെടുക്കാം. ഞാൻ ഈ ചെയ്യുന്ന മാതിരി ഇതാ ഇങ്ങനെ കൈ കൊണ്ട് ഓരോ ബോളാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ഞാൻ സ്റ്റീം ചെയ്യുന്നത് എങ്ങനെ അറിയാം, നമ്മൾ ചിരട്ടപ്പുട്ട് ചുടുന്ന പാത്രം ഉണ്ടല്ലോ, അതിലിട്ടിട്ടാണ് ഞാനിത് സ്റ്റീം ചെയ്തെടുക്കുന്നത് കേട്ടോ, ആവി വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മാവ് എല്ലാം അങ്ങനെ ചെയ്തു വരാം. ഇപ്പോൾ എല്ലാം ഞാൻ അങ്ങനെ ചെയ്തിട്ടോ. ഇനി ഞാൻ അതിന് വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ വിസിൽ ഒഴിവാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ആവി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിരട്ടപ്പുട്ടിൻ്റെ അതിലേക്ക് 4 എണ്ണം, കുറച്ചല്ലേ കൊള്ളുള്ളൂ, 4 എണ്ണം അതിലേക്ക് ഇട്ടെടുത്തിട്ട് ഞാൻ എന്താ അതിൻ്റെ മൂടി എടുത്തിട്ട് മൂടി വെക്കുന്നുണ്ട്. ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമുക്ക് ഓരോന്നും അങ്ങനെ വേവിച്ചെടുക്കാം. അങ്ങനെ 4 എണ്ണം വെച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് എന്തായാലും ഒന്ന് ആവി നല്ലോണം വേവും. ഇപ്പോൾ ഇതാ ഒരു 6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് നോക്കുമ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി അത് എടുക്കാം. ഇനി അതേമാതിരി നമുക്ക് 4 എണ്ണം വെച്ചിട്ട് ആവി കൊള്ളിച്ച് വേവിക്കാം. അപ്പോൾ അങ്ങനെ എല്ലാം നമുക്കങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. ഇതേമാതിരി എല്ലാം വേവിച്ചെടുക്കുക. അപ്പോൾ ഫുള്ള് വേവിച്ചെടുത്തിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, എന്തായാലും ഉണ്ടാക്കി നോക്കുക. അടിപൊളി. ഉള്ളൊക്കെ അതാ നല്ല സോഫ്റ്റാണ് ഉള്ളു. ആ തേങ്ങൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റ് നല്ലോണം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചക്കൻ്റെ സീസണൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഒന്നുണ്ടാക്കി നോക്കൂ. നല്ല മധുരമുള്ള ചക്ക ഉണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കൂ കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.